ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന ജോസഫ് ബാർബറയുടെ ഒരു സംഭവ കഥയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജോസഫ് ബാർബറയും മൈക്കിൾ ജാക്സണും തമ്മിൽ ഉണ്ടായ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ജോസഫ് ബാർബറ റെഫർ ടു ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് ഓഫ് ഹിസ് ലൈഫ്? എന്താണ് ജോസഫ് ബാർബറ തൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സമയം എന്ന് അദ്ദേഹം പറയുന്നത് ഏത് സമയത്തെക്കുറിച്ചാണ്? Joseph Barbera refers to his work as a creative consultant on the Tom and Jerry movie as one of the best times of his life. അപ്പോൾ ഇദ്ദേഹം ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന മൂവിയുടെ ക്രിയേറ്റീവ് കൺസൾട്ടൻ്റായി വർക്ക് ചെയ്ത ആ ഒരു സമയമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട് അദ്ദേഹം പറയുന്നത്. വാട്ട് ഡിഡ് ബാർബറ ഹോപ്പ് മൈക്കിൾ ജാക്സൺ മൈ ഡു ഫോർ ടോം ആൻഡ് ജെറി ഫീച്ചർ? അപ്പം എന്താവശ്യത്തിനാണ് ഇദ്ദേഹം മൈക്കിൾ ജാക്സനെ കാണാൻ പോയത്, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ ടോം ആൻഡ് ജെറിക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്? ബാർബറ ഹോപ്പ് ദാറ്റ് മൈക്കിൾ ജാക്സൺ വുഡ് സിംഗ് എ സോങ് ഫോർ ദ ടോം ആൻഡ് ജെറി ഫീച്ചർ. അപ്പോൾ ഇവിടെ ബാർബറ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൺ ഈ ടോം ആൻഡ് ജെറി ഫീച്ചറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ തയ്യാറാവുമെന്നാണ് അദ്ദേഹം കരുതിയത്. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം മൈക്കിൾ ജാക്സനെ കാണാൻ വേണ്ടി പോയത്. വാട്ട് ഡിഡ് ബാർബറ സ്കെച്ച് ഫോർ മൈക്കിൾ ജാക്സൺ അറ്റ് ദർ ഫസ്റ്റ് മീറ്റിംഗ്? അങ്ങനെ ആദ്യത്തെ ഈ ഒരു മീറ്റിങ്ങിൽ ബാർബറ തനിക്ക് തൻ്റെ ടോം ആൻഡ് ജെറിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം വരച്ച് മൈക്കിൾ ജാക്സന് കൊടുക്കുകയാണ്. കാരണം മൈക്കിൾ ജാക്സൺ കാർട്ടൂണിൻ്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട്. അപ്പോൾ എന്തിൻ്റെ ചിത്രമാണ് ഇദ്ദേഹം മൈക്കിൾ ജാക്സന് വേണ്ടി വരച്ചത്? അറ്റ് ദർ ഫസ്റ്റ് മീറ്റിംഗ് ബാർബറ സ്കെച്ച്ഡ് എ കാർട്ടൂൺ കോൾഡ് ബൗളിംഗ് ആലി കാറ്റ് ഫോർ മൈക്കിൾ ജാക്സൺ. അപ്പോൾ ഒരു ടോം ആൻഡ് ജെറിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂണായ ബൗളിംഗ് ആലി കാറ്റ് എന്നതിൻ്റെ ഒരു ചെറിയ രംഗമാണ്, അതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചത് മൈക്കിൾ ജാക്സന് വേണ്ടിയിട്ട്. ദേ വർ ഓൾ ഐ ഹാഡ്. വാട്ട് ഡസ് ദിസ് റിമാർക്ക് ബൈ ജാക്സൺ ടെൽ അസ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്? അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ മൈക്കിൾ ജാക്സൺ പറയുന്നുണ്ട്, താങ്കൾ ഉണ്ടാക്കിയ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു സമാധാനം എന്ന് പറയുന്നുണ്ട്. ദേ വർ ഓൾ ഐ ഹാഡ്. അപ്പം മൈക്കിൾ ജാക്സൺ പറഞ്ഞ ഈ ഒരു റിമാർക്കിൽ നിന്ന് നമുക്ക് മൈക്കിൾ ജാക്സൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് എന്ത് അനുമാനമാണ് എടുക്കാൻ കഴിയുക? ജാക്സൺസ് റിമാർക്ക് ദേ വർ ഓൾ ഐ ഹാഡ് സജസ്റ്റ് ദാറ്റ് ഹിസ് ചൈൽഡ്ഹുഡ് വാസ് ലോൺലി, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു മൈക്കിൾ ജാക്സൺ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അത്ര സന്തോഷകരമായിരുന്നില്ല. അദ്ദേഹം ഒരു ഏകാന്തനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. മൈക്കിൾ ജാക്സൺ ഒരു കുട്ടിയായിരുന്ന സമയത്ത് അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന കൂട്ടുകാരെന്ന് പറയുന്നത് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു. ആൻഡ് ദാറ്റ് കാർട്ടൂൺസ് വെർ ഹിസ് മെയിൻ സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് കമ്പാനിയൻഷിപ്പ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കാർട്ടൂണുകൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെയാണ് മൈക്കിൾ ജാക്സൺ കുട്ടിയായിരുന്ന സമയത്ത് ഫ്രണ്ട്സിനെ പോലെ കരുതി സ്നേഹിച്ചിരുന്നത്. ഡിഡ് ദ മീറ്റിംഗ്സ് ബിറ്റ്വീൻ ജോസഫ് ബാർബറ ആൻഡ് മൈക്കിൾ ജാക്സൺ ലീഡ് ടു എ കൊളാബറേഷൻ വൈ? അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായ ഈ ഒരു മീറ്റിംഗ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നതിലേക്ക് നയിച്ചോ? ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ദ മീറ്റിംഗ് ബിറ്റ്വീൻ ജോസഫ് ബാർബറ ആൻഡ് മൈക്കിൾ ജാക്സൺ ഡിഡ് നോട്ട് ലീഡ് ടു എ കൊളാബറേഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പ്രൊജക്റ്റൊന്നും നടന്നില്ല. ബിക്കോസ് ദ എക്സിക്യൂട്ടീവ്സ് വെർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് എ ഡീൽ വിത്ത് മൈക്കിൾ ജാക്സൺ. അപ്പോൾ ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സിന് മൈക്കിൾ ജാക്സണുമായിട്ട് ഒരു ഡീൽ വെക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് ഫലം കാണാതെ പോയി, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമൊന്നും അവിടെ നടന്നില്ല. Who could say no? Why couldn't Joseph Barbera say no to Michael Jackson? എന്തുകൊണ്ടാണ് ആർക്കാണ് ഇവിടെ നോ പറയാൻ കഴിയുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മൈക്കിൾ ജാക്സനോട് നോ എന്ന് പറയാൻ സാധിക്കാതിരുന്നത്? ജോസഫ് ബാർബറ couldn't say no to Michael Jackson because he admired him and was excited about the possibility of collaborating with such a renowned artist. അപ്പോൾ മൈക്കിൾ ജാക്സണുമായിട്ട് ഒരു അഭിമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം തീർച്ചയായിട്ടും ഞാൻ പോകാം എന്ന് പറഞ്ഞ് മുൻകൈ എടുത്തുകൊണ്ട് ജോസഫ് ബാർബറ അതിന് തയ്യാറായി. കാരണം അദ്ദേഹത്തിന് മൈക്കിൾ ജാക്സനെ വലിയ ഇഷ്ടമായിരുന്നു.
അതുപോലെ തന്നെ മൈക്കിൾ ജാക്സണുമായി ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും ജോസഫ് ബാർബറയ്ക്ക് ഉണ്ടായിരുന്നു. വൈ ഡിഡ് മൈക്കിൾ ജാക്സൺ കോൺടാക്ട് ജോസഫ് ബാർബറ? മൈക്കിൾ ജാക്സൺ എന്തിനാണ് ജോസഫ് ബാർബറയെ വിളിച്ചത്? Michael Jackson contacted Joseph Barbera to discuss the possibility of working together on a project related to the Tom and Jerry feature since he was a fan of cartoons. അപ്പോൾ ഇവിടെ മൈക്കിൾ ജാക്സൺ ജോസഫ് ബാർബറെ ക്ഷണിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ടോം ആൻഡ് ജെറി മൂവിക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ജോസഫ് ബാർബറയെ മൈക്കിൾ ജാക്സൺ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അതിൻ്റെ കാരണം മൈക്കിൾ ജാക്സന് കാർട്ടൂൺ വലിയ ഇഷ്ടമായിരുന്നു. ടോം ആൻഡ് ജെറി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഹി വാസ് എ ഫാൻ ഓഫ് കാർട്ടൂൺസ്. വാട്ട് ഡസ് ജാക്സൺ സേ അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഫ്രണ്ട്സ്? അപ്പോൾ തൻ്റെ കുട്ടിക്കാലത്തുള്ള കാർട്ടൂൺ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താണ് മൈക്കിൾ ജാക്സൺ ജോസഫ് ബാർബറയോട് പറഞ്ഞത്? ജാക്സൺ എക്സ്പ്രസ്ഡ് ദാറ്റ് ദ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ക്രിയേറ്റഡ് ബൈ ബാർബറ വെർ ഓൾ ഹി ഹാഡ് ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇവിടെ ജോസഫ് ബാർബറ അദ്ദേഹം വരച്ച് തയ്യാറാക്കിയ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു തൻ്റെ ഏക ആശ്രയം എന്നാണ് മൈക്കിൾ ജാക്സൺ പറഞ്ഞത്. ഒരു കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ കുട്ടിക്കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് ഈ കാർട്ടൂൺ കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അതാണ് കുട്ടിക്കാലത്തെ ഏകാന്തതയിൽ നിന്ന് മൈക്കിൾ ജാക്സനെ രക്ഷപ്പെടുത്തിയത്. ഈ കാർട്ടൂണിനോടുള്ള ഈ ഒരു ഇഷ്ടം, താല്പര്യം ആയിരുന്നു. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് മൈക്കിൾ ജാക്സൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ? അപ്പോൾ മൈക്കിൾ ജാക്സനെ പോയി കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം മൈക്കിൾ ജാക്സൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് ജോസഫ് ബാർബറ പറഞ്ഞത്? ദി ഓഥർ ഡിസ്ക്രൈബ്സ് മൈക്കിൾ ജാക്സൺ ആസ് കൈൻഡ്, അല്ലെ നല്ല ദയുള്ള ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ പറ്റി ജോസഫ് ബാർബറ പറയുന്നത്. വളരെ എളിമയുള്ള, അതുപോലെ നല്ല ആതിഥ്യ മര്യാദയുള്ള, നല്ല പെരുമാറ്റമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇത്രയും പ്രശസ്തനായിരുന്നിട്ട് കൂടി അതിൻ്റേതായ യാതൊരു ജാടയും ഇല്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ തന്നോട് പെരുമാറിയെന്നാണ് ജോസഫ് ബാർബറ പറയുന്നത്. ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഡിഡ് ജോസഫ് ബാർബറാസ് കാർട്ടൂൺസ് ഇൻഫ്ലുവൻസ് മൈക്കിൾ ജാക്സൺ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ജോസഫ് ബാർബറയുടെ കാർട്ടൂൺ മൈക്കിൾ ജാക്സനെ സ്വാധീനിച്ചത്? ജോസഫ് ബാർബറാസ് കാർട്ടൂൺസ് ലൈക്ലി പ്രൊവൈഡഡ് മൈക്കിൾ ജാക്സൺ വിത്ത് എ സെൻസ് ഓഫ് എസ്കേപ്പ് ആൻഡ് ജോയ് ഡ്യൂറിങ് ഹിസ് ലോൺലി ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ ഏകാന്തമായ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു കാർട്ടൂൺ. അതുപോലെ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു കാർട്ടൂൺ എന്ന് പറയുന്നത്. ഇൻസ്പയറിങ് ഹിസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ലവ് ഫോർ ആർട്ട്. അപ്പോൾ കലയോടുള്ള തൻ്റെ താല്പര്യവും അതുപോലെ ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഒക്കെ സ്വാധീനിച്ചത് ഈ കാർട്ടൂണുകളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.